ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസിപ്പിയാണ് ജാപ്പനീസ് ജെല്ലി കോഫി. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫിയാണല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൗ കത്തിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളതിലേക്ക് ആവശ്യമുള്ള കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെസ്കഫയുടെ ഗോൾഡ് കോഫിയാണ് കേട്ടോ. അപ്പോൾ അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ്, ഞാനിവിടെ 8 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചൈന ഗ്രാസ് സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഇട്ടാൽ തന്നെ അത് മെൽറ്റായി വരും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് കോഫിനോട് യോജിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രെയിനർ എടുക്കുക. സ്ട്രെയിനറിലേക്ക് നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്ത് നമ്മളതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ മാറ്റുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ തണുത്ത് സെറ്റായി കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് സെറ്റായി കിട്ടും. ഇതിൻ്റെ ചൂടൊന്ന് മാറിയാൽ മതി. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ക്രിസ്റ്റൽ രൂപത്തിലാക്കിയെടുക്കണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു റെസിപ്പിയാണോ, അപ്പോൾ ഞാനത് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഫ്താറൊക്കെ അല്ലേ, ഇന്ന് ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പി ആയതുകൊണ്ട് ഇന്ന് എന്താ ഡ്രിങ്ക് ഉണ്ടാക്കുക എന്നൊക്കെ, മധുരം ഉണ്ടാക്കുക എന്നൊക്കെ ചാലിച്ചപ്പോൾ ചെയ്തെടുത്താണ് കേട്ടോ. അങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ നമ്മുടെ ഒരു കറുത്തലുവല്ലേ, അതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഞാൻ പാല് ഫ്രോസൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് 1 ഡപ്പ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മിൽക്ക് മെയ്ഡ്. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നോമ്പ് തുറക്കാൻ നേരമായപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് ഇനി നോമ്പ് തുറന്നിട്ട് കുടിക്കും കേട്ടോ. പക്ഷേ ഞാനത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.